നമസ്തേ ദോസ്തോ, ഹിന്ദി വേൾഡ് में आप सबका स्वागत है. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലോട്ട് കടന്നാലോ. നമ്മൾ സെറ്റ് പ്രീവിയസ് ക്വസ്റ്റ്യൻ ബേസ് ചെയ്തിട്ടുള്ള MCQ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ നമുക്ക് ഓരോരോ ചോദ്യങ്ങളായി നോക്കാം. ദിഖ് ജീവൻ ജോ പാത്താ ഹി ആയാ ഹെ വിരോധ്, ദിഖ് സാധൻ ജിസ്കെ ലിയെ സദാ ഹി കിയാ ശോധ്, നിരാല കിയെ പങ്ക്തിയാം ഉൻകി കിസ് കവിത സെ ലീ ഗയി ഹെ. അപ്പോൾ ഓപ്ഷൻസ് തന്നിരിക്കുന്നത് സരോജ് സ്മൃതി സെ, കുഗുർമുത്ത സെ, രാം കി ശക്തി പൂജ സെ, ജൂഹി കി കലി സെ. അപ്പോൾ നിങ്ങൾ ഗസ് ചെയ്യൂ. കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി, രാം കി ശക്തി പൂജ സെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേന്ദ്രീയ ഹിന്ദി നിർദ്ദേശാലയ की സ്ഥാപന കബ് हुई. ഓപ്ഷൻസ് വരുന്നത് 1972, 1960, 1962, 1970. അപ്പോൾ ഏതാണ് കറക്റ്റ് ആൻസർ വരിക? കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി, 1960 ആണ്, 1960. അടുത്ത ചോദ്യം, ആവാര മസീഹ ജീവനി കാ രചനാകാർ കോൻ ഹെ. ഓപ്ഷൻസ് വന്നിരിക്കുന്നത് വിഷ്ണു പ്രഭാകർ, ശരത് ചന്ദ്ര, ഇലാചന്ദ്ര ജോഷി, മുല്ല ദാവൂദ്. ഇതിലേതാണ് കറക്റ്റ് ആൻസർ വരിക? ഇതിൽ കൃത്യമായ ആൻസർ ഓപ്ഷൻ എ, വിഷ്ണു പ്രഭാകർ, കറക്റ്റ് ആൻസർ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ലോഗ് ഹെ ലാഗി കവിത്വ ബനാവത്, മോഹേ തോ മേരെ കവിത്വ ബനാവത്, കിസ്കി പങ്ക്തിയാ ഹെ. ഇത് റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ JLT-യിലാണേലും ഒക്കെ കാണുന്ന ചോദ്യമാണ്. അപ്പോൾ അതിൻ്റെ ഓപ്ഷൻസ് വരുന്നത് ഭിഖാരി ദാസ്, ഘനാനന്ദ്, സേനാപതി, ആലം. അപ്പോൾ കറക്റ്റ് ആൻസർ ഏതാണെന്ന് ഗസ് ചെയ്യൂ. ഇതിൽ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി, ഘനാനന്ദാണ്. അഗല പ്രശ്ന ഹെ, ചെമ്മീൻ കാ അനുവാദ് കിസ്നെ കിയ. ഓപ്ഷൻസ് വന്നിരിക്കുന്നത് ഭാരതി വിദ്യാർത്ഥി, തങ്കമണി അമ്മ, സുധർമ്മ, ലീലാവതി അമ്മ. ഇതും അത്യാവശ്യം റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ, ഭാരതി വിദ്യാർത്ഥിയാണ്. അടുത്ത ചോദ്യം, संवेदनात्मक ज्ञान और ज्ञानात्मक संवेदना सूत्र का प्रयोग किसने किया. ऑप्शंस विजयदेव नारायण साही, राम स्वरूप चतुर्वेदी, गजानन माधव मुक्तिबोध, രമേശ് കുന്തൽ മേഘ്. ഇതിലേതാണ് കറക്റ്റ് ആൻസർ വരിക? ഓപ്ഷൻ സി, ഗജാനൻ മാധവ് മുക്തിബോധ്. മുക്തിബോധാണ് കറക്റ്റായ ആൻസർ. അഗല പ്രശ്ന ഹെ, तूफानों के बीच नामक रिपोर्टाज के लेखक कौन है. ऑप्शंस रांगे राघव, राहुल सांकृत्यायन, शिवराज सिंह चौहान, धर्मवीर भारती. ഏതാണ് കറക്റ്റ് ആൻസർ വരിക? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ, രാംഗേ രാഘവാണ്. അടുത്ത ചോദ്യം, നിമ്ന രചനാओं को उनकी विधा के साथ सुमेलित कीजिए. അപ്പോൾ രണ്ട് ഭാഗത്തേക്ക് തന്നേക്കുന്ന ഓപ്ഷൻസ് നമുക്ക് നോക്കാം. കലം കാ സിപ്പാഹി, അർദ്ധകഥാനക്, സ്മൃതി കി രേഖായെ, പതുക്കെ സാഥി. ഇപ്പോഴത്തെ സംസ്മരൺ, ജീവനി, ആത്മകഥ, രേഖാചിത്ര. അപ്പം എങ്ങനെയാണ് കറക്റ്റായിട്ട് വരിക എന്ന് നമുക്ക് നോക്കാം. കലം കാ സിപ്പാഹി നമുക്കറിയാം അല്ലേ, അതൊരു ജീവനിയാണ്. അതേപോലെ അർദ്ധകഥാനക് എന്ന് പറയുന്നത് ആത്മകഥയും, സ്മൃതി കി രേഖായും രേഖാചിത്രം, പതുക്കെ സാത്തി സംസ്മരണമാണ്. നെക്സ്റ്റ് ചോദ്യം, ഹിന്ദി സാഹിത്യ കാ പെഹല ഇതിഹാസ് കിസ്നെ ലിഖ. ഓപ്ഷൻസ് ആചാര്യ രാമചന്ദ്ര ശുക്ല ने, ഗാസാദ ദാസി ने, ജോർജ് ഗ്രിയേസൺ ने, ശിവസിംഗ് ने. അപ്പോൾ ഓപ്ഷൻ ബി, ഗാസാദ ദാസിയാണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ചോദ്യം, ക്രോച്ചെ ने അഭിവ്യഞ്ജന को क्या नाम दिया है. അതിലെ ഓപ്ഷൻസ് വരുന്നത് സ്വഭാവോക്തി, വക്രോക്തി, സ്വയം പ്രകാശ് ഗ്യാൻ, നിർവൈയക്തികത. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി, സ്വയം പ്രകാശ് ഗ്യാനാണ് വരിക. ഇതുപോലെ ഏതൊക്കെ എക്സാംസിൻ്റെ വേണമെന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റിൽ മെൻഷൻ ചെയ്യുക. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ, നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റ് പരിചയക്കാർക്കെല്ലാം ഷെയർ ചെയ്യുക.